സിറിയയിൽ ഷിയാക്കളുടെ വംശഹത്യ നടക്കുന്നു. എന്താണ് ഇതിന് കാരണം? സിറിയയിൽ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 48 മണിക്കൂറുകൾക്കകം 1000-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 745 പേരെങ്കിലും ഷിയകളാണ്. ബാക്കി മറ്റ് പട്ടാളക്കാരും മറ്റ് പലരും പെട്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ ഷിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സിറിയയിൽ അവർ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സിറിയയിലുള്ള ഷിയകളെ പറയുന്നത് അല്ലവൈറ്റ്സ് എന്നാണ്. അല്ലവൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഓഫ് അലി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഓഫ് ഇമാം അലി. ആ അർത്ഥത്തിലാണ് അല്ലവൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളം പത്രങ്ങളിൽ സാധാരണ അലവി എന്നാണ് എഴുതാറ്, അവരുടെ രീതി അതായിരിക്കാം. ഇംഗ്ലീഷിൽ അല്ലവൈറ്റ്സ് എന്ന് പറയുന്നു, ഫോളോവേഴ്സ് ഓഫ് അലി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവരെയാണ് ഇപ്പോൾ നോട്ടമിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. 48 അവേഴ്സിൽ 1000 പേര് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയാനകമാണ്. അതൊരു ടൗണിൽ മാത്രം. സിറിയയിലെ ജനസംഖ്യയിൽ 13% ഈ പറയുന്ന അതെ. അപ്പോൾ അതിൽ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ സംഭവം. ലട്ടാക്കിയ അതിൻ്റെ അടുത്ത് തന്നെ മൗണ്ടനസ് റീജിയനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ 2011 തുടങ്ങിയതാണ് ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് അവിടെ സിറിയയിൽ തുടങ്ങിയതാണ്. അത് അന്നത്തെ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെ പുറത്താക്കാനായിട്ടായിരുന്നു. പക്ഷേ അന്ന് ബാഷർ അൽ അസാദ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഷർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്യാൻ പലരും ഉണ്ടായിരുന്നു. ഇറാനിലെ ആയത്തുള്ളയുടെ ആൾക്കാരുണ്ടായിരുന്നു, അതേപോലെ ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആൾക്കാർ വരുമായിരുന്നു. പിന്നെ അതുകൂടാതെ മോളിൽ നിന്ന് റഷ്യയുടെ എയർഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെ ശരിക്കും അടിച്ചിരുത്തുന്ന ഒരു കണ്ടീഷൻ വന്നിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ വാസ്റ്റ് മജോറിറ്റി 75% ഈ സുന്നികളാണ്. പിന്നെ ഈ പറഞ്ഞ 13-15% ഷിയകൾ അല്ലെങ്കിൽ അല്ലവൈറ്റ്സ് ഉണ്ടാവും. പിന്നെ 10% ക്രിസ്ത്യൻസും ഉണ്ടാവും. ക്രിസ്ത്യൻസ് ഈ ഫൈറ്റിങ്ങിലൊന്നും കഴിവതും പെടാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറാൻ്റെയും അതേപോലെ ഹിസ്ബുള്ളയുടെയും ഒക്കെ സഹായം കൊണ്ട്, അതേപോലെ റഷ്യൻ എയർഫോഴ്സിൻ്റെയും സഹായം കൊണ്ട് ഇവർക്ക് ഈ ബാഷർ അൽ അസാദിന് കുറേ കാലം പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കി. ആ സമയത്ത് തുർക്കി അല്ലെങ്കിൽ ടർക്കി എന്നൊക്കെ പറയുന്ന അവിടുത്തെ ആളുടെ സപ്പോർട്ട് കൂടി ഈ സുന്നി മുസ്ലിംസിന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ സുന്നികൾ അൽഷറ എന്ന് പറയുന്ന കൂടുതലും ഈ തീരദേശ പ്രദേശങ്ങളിലാണ് കൂടുതൽ ഷിയാള് താമസിക്കുന്നത്. അതെ, തീരദേശ പ്രദേശം. ഈ തീരദേശത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലം. ലട്ടാക്കിയ ഈസ് എ മൗണ്ടനസ് റീജിയൻ. അപ്പോൾ അവിടെ ആ പർവ്വതത്തിൻ്റെ അടുത്ത് തന്നെ ജാബ്ല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അറബിക്കിൽ ജാബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ എന്നാണ് അർത്ഥം. അപ്പോൾ മൗണ്ടനസ് റീജിയൻ എന്നുള്ള രീതിയിലായിരിക്കും ആ വില്ലേജിന് ആ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബാഷർ അൽ അസാദിൻ്റെ സപ്പോർട്ടേഴ്സ് കുറേ പേരുണ്ട് അവിടെ. അവരല്ലവൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഷിയ മുസ്ലിംസ് ആണ്. അവരൊക്കെ ഈ ബാഷർ അൽ അസാദിൻ്റെ കാലത്ത് വലിയ പ്രമാണിമാരായിരുന്നു അവിടെ. പക്ഷേ ബാഷർ അൽ അസാദിനെ പുറത്താക്കി എർദോഗാൻ്റെ സപ്പോർട്ടോടുകൂടി ഇദ്ദേഹത്തെ പുറത്താക്കി. പിന്നെ അവർക്ക് അവിടെ പിടിച്ച നിലയില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ അൽഷറ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പട്ടാളം ഇവരെയൊക്കെ ബാക്കി പഴയ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുന്ന ടെൻഡൻസി വന്നു. അങ്ങനെ വന്നതിന് തിരിച്ചടിയായിട്ടാണ് ഈ ബാഷർ അൽ അസാദിൻ്റെ ആൾക്കാർ കുറച്ച് പേര് ബാക്കി ഉണ്ടായിരുന്നവർ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജബ്ല എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിട്ട് അതിലേ പോകുന്ന ഇപ്പോഴത്തെ സിറിയൻ പട്ടാളത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ സിറിയൻ പട്ടാളത്തെ ഒരു പ്രാവശ്യം ആംബുഷ് ചെയ്ത് 13 പേര് കൊല്ലപ്പെട്ടു. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പുതിയ പ്രശ്നം ഉണ്ടായത്. 13 പേര്, അതായത് ബാഷർ അൽ അസാദിൻ്റെ അനുയായികൾ 13 ഇപ്പോഴത്തെ സിറിയൻ പട്ടാളത്തിലെ ആൾക്കാരെ കൊന്നു. അപ്പോൾ അവർ വലിയ തിരിച്ചടി ഉണ്ടായി. ആൾക്കാർ അവിടെ ജബ്ല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ അവരെ വീടുകളിൽ കയറി എല്ലാവരെയും പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. അവിടെ പുരുഷന്മാരെ ആദ്യം തന്നെ കൊണ്ടുവന്ന് റോട്ടിൽ നിരനിരയായിട്ട് നിർത്തി വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അപ്പോൾ അവരെ വെടികൊണ്ട് ചത്താൽ മതിയായിരുന്നു. പക്ഷേ അതിലും കഷ്ടമായിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം. കാരണം സ്ത്രീകളെ സ്ട്രീറ്റിലൂടെ നേക്കഡായിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പിന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങളെ കൊല്ലിക്കാനായിട്ട് അവരുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ഈ കുടുംബാംഗങ്ങളെ കൊല്ലിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് കാഞ്ചി വലിക്കാൻ പറയും. അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, കാഞ്ചി വലിക്കും, ആൾക്കാർ മരിക്കും, ബന്ധുക്കളാണ് ഈ മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒന്നും ഒരു വ്യത്യാസം കൂടാതെയാണ് അവർ ട്രീറ്റ് ചെയ്ത്. നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ
കുഞ്ഞുങ്ങളെ ദ്രോഹിക്കണം, സ്ത്രീകളെ ദ്രോഹിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യത്തിലൊന്നും ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പിന്നെ അത് കൂടാതെ ഇപ്പോൾ അവിടെ വാട്ടർ ഇലക്ട്രിസിറ്റി സപ്ലൈ ഒക്കെ നിർത്തിയിരിക്കുകയാണ് ഈ പറയുന്ന ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അത് കൂടാതെ വീടുകളിൽ അല്ലെങ്കിൽ കടകളിലുള്ള സാധനങ്ങളൊക്കെ ലൂട്ട് ചെയ്യാണ് ഈ ലട്ടാക്കിയയിലുള്ള അലവൈറ്റ്സിൻ്റെ സാധനങ്ങൾ. അപ്പോൾ അവർക്ക് അവിടെ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത കാര്യമായ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അൽഷറ എന്ന് പറയുന്ന ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കുന്നതൊക്കെ കൊള്ളാം, അതായത് പട്ടാളക്കാർ 13 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചടി സ്വാഭാവികമാണ്. തിരിച്ചടിക്കുന്നതിന് പക്ഷേ ദർ ഷുഡ് ബി സം ലിമിറ്റ്. ഇങ്ങനെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് അറ്റാക്ക് നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹിസ്ബുള്ള ആണെങ്കിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ജബ്ല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ അലവൈറ്റ്സ് അല്ലെങ്കിൽ ഷിയ മുസ്ലിംസ് മുഴുവനും അവരവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവർ അഭയം തേടുന്നത് റഷ്യൻ മിലിറ്ററി ബേസ് ഉണ്ട് ഇപ്പോഴും ഈ സിറിയയിൽ. അതിൻ്റെ റഷ്യയും ഇറാൻ്റെ ഒരു ഇടപെടൽ സിറിയയിൽ ശക്തമായിട്ടുണ്ട്. റഷ്യയും ഇറാനുമാണ് ഈ ബഷർ അൽ അസാദിനെ താങ്ങി നിർത്തിയിരുന്നത്. അല്ലെങ്കിൽ നേരത്തെ പോയനെ ഈ 2014 തുടങ്ങി അധികം ദിവസങ്ങളോ മാസങ്ങളോ പിടിച്ചു നിൽക്കാൻ ബഷർ അൽ അസാദിന് കഴിയുമായിരുന്നില്ല. പക്ഷേ ഇറാൻ്റെ ഈ റവല്യൂഷണറി ഗാർഡ്സ് ഉണ്ടായിരുന്നു, ഹിസ്ബുള്ളയുടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ളവരാണ് മെയിനായിട്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഫലിക്കാതെയായി. അങ്ങനെ ഈ അലവൈറ്റ്സിനെയൊക്കെ ഇപ്പോഴത്തെ പട്ടാളം നിരപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിലവിലുള്ള. നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം പോലും ഷിയ വിഭാഗത്തിൽപ്പെട്ടതല്ലേ? ഇപ്പോൾ നിലവിലുള്ള ആൾ ഷിയ വിഭാഗത്തിൽപ്പെട്ടതല്ല. ബഷർ അൽ അസാദ് ഷിയ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ഷിയ ഭരണം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടുത്തെ പണ്ട്, അതായത് അബൌട്ട് 50 years ago, അന്ന് ഈ ബഷർ അൽ അസദിൻ്റെ ഫാദറായിരുന്നു അവിടെ ഭരിച്ചിരുന്ന 50 വർഷമായിട്ട്, 50 വർഷം മുമ്പ്. അദ്ദേഹം ഭരണാധികാരിയായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പട്ടാള മേധാവിയായിരുന്നു. അപ്പോൾ പട്ടാള ഭരണത്തിൻ്റെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി അവിടുത്തെ ഭരണം അട്ടിമറിച്ചിട്ടാണ് അദ്ദേഹം പട്ടാള മേധാവിയായത്. പിന്നെ അവിടെ അതിക്രൂരമായ അടിച്ചമർത്തലിലൂടെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പ്രോപ്പർട്ടി പോലെയായി സിറിയ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ മകൻ ഇപ്പോൾ ബഷർ അൽ അസാദ് തുടങ്ങി. അങ്ങനെ 50 years ആയിട്ട് അവരാണ് ഭരിച്ചിരുന്നത്. അത് വേറെ അവർക്ക് വേറെ രാജപാരമ്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കാര്യം പറയല്ലേ, മൈസൂർ ടിപ്പു സുൽത്താൻ എങ്ങനെ രാജാവായത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ പട്ടാളത്തിൻ്റെ ആളായിരുന്നു. എന്നിട്ട് അവിടുത്തെ കൃഷ്ണരായ വോഡയാറിനെ പുറത്താക്കിയിട്ടാണ് അവിടെ അധികാരം പിടിച്ചെടുത്തത് ഈ ഹൈദർ അലി എന്ന് പറയുന്ന ആൾ. അത് കഴിഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സിറിയയിലും സംഭവിച്ചത്. സിറിയയിൽ അവിടുത്തെ പട്ടാള മേധാവിയായിരുന്ന ആൾ ഹാഫിസ് അൽ അസാദ് അധികാരം പിടിച്ചെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. പിന്നെ ഈ ഇറാനൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15% താഴെ 13% മറ്റോ ഉണ്ട് ഷിയാകൾ അല്ലെങ്കിൽ അലവൈറ്റ്സ്. അത് ഈ ബഷർ അൽ അസാദ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവിക്കുന്ന സംഭവങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇറാൻ അദ്ദേഹത്തെ താങ്ങി നിർത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇദ്ദേഹം പുറത്ത് ഈ ബഷർ അൽ അസാദ് പുറത്തു പോയത്. അപ്പോൾ ഇപ്പോൾ ലട്ടാക്കിയിലുള്ള അലവൈറ്റ്സിനെ അല്ലെങ്കിൽ ഷിയകളെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഈ ലട്ടാക്കിയിൽ നിന്നും അലവൈറ്റ്സ് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. കുറേ പേര് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഉദാഹരണത്തിന് ലെബനോണിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ കുറച്ച് പേര് അവിടെയുള്ള ലട്ടാക്കിയിലുള്ള മൗണ്ടൻ്റെ മുകളിൽ കയറിയിട്ട് അഭയം തേടിയിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ തന്നെയുള്ള അതായത് സിറിയയിലുള്ള ഒരു റഷ്യൻ മിലിറ്ററി ബേസ് ഉണ്ട്. മെയ്മിം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മെയ്മിം എന്ന് പറയുന്ന ഒരു മിലിറ്ററി ബേസ് അല്ലെങ്കിൽ എയർഫോഴ്സ് ബേസ് ഉണ്ട്. അവിടെ കുറേ പേര് പോയി അവിടെ അഭയം തേടിയിട്ടുണ്ട്. പക്ഷേ ലട്ടാക്കിയയിൽ കാണുന്നവരൊക്കെ വെടിവെച്ച് കൊല്ലാണ്. സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും പുരുഷന്മാരായാലും യാതൊരു രക്ഷയില്ല, ആ അവസ്ഥയാണ്. പിന്നെ ക്രിസ്ത്യൻസിനെയും ഈ കൂട്ടത്തിൽ ആക്രമിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസിനെ ആക്രമിക്കണമെന്ന് ആൾക്കാരധികം ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈ അലവൈറ്റ്സിനെ തന്നെ 2 ദിവസത്തിനുള്ളിൽ 48 hours ഈ 1000 പേരെ കൊന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ 2011 ആരംഭിച്ചതാണിത് ഈ സിറിയയിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ടുണീഷ്യയിൽ ആരംഭിച്ചാണ്. ബെൻ അലി എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിക്കെതിരെ ആണ് വിപ്ലവം തുടങ്ങിയത് ഈ അറേബ്യൻ റീജിയനിൽ. അത് പിന്നെ അങ്ങനെ പടർന്ന് ഇവിടെയും വന്നു, സിറിയയിലും വന്നു, ലിബിയയിലും വന്നു.
അപ്പോൾ സിറിയയിൽ കിട്ടിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതേസമയം ബാഷർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. റഷ്യ ഉണ്ടായിരുന്നു, ഇറാൻ ഉണ്ടായിരുന്നു, പിന്നെ ലെബനോണിലെ ഹിസ്ബുള്ള, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ലിബിയയിൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ഈ ഗദ്ദാഫിക്ക് എതിരായിട്ട് നെയ്റ്റോ അവിടെ നോ ഫ്ലൈ സോണൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ഗദ്ദാഫിയുടെ ഫ്ലൈറ്റ്സ് ഒന്നും ആക്രമിക്കാൻ പോകാനൊന്നും പറ്റാത്ത അവസ്ഥയിലാക്കി ഗദ്ദാഫിയെ വേഗം കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഗദ്ദാഫി പുറത്തായി. പക്ഷേ ഈ ബാഷർ അൽ അസാദിന് ഇത്രയും വിദേശികൾ ജനങ്ങൾക്കെതിരെ ഈ ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബാഷർ അൽ അസാദിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പോൾ അൾട്ടിമേറ്റ്ലി അദ്ദേഹവും പുറത്തായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഷിയകൾ അല്ലെങ്കിൽ അലവൈറ്റ്സ്. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.